അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ തട്ടിന്ന് മുട്ടിയൊക്കെ തന്നെയാണ് പോണേ. എല്ലാവരും സേഫായിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നുമില്ല. രണ്ടായി തരംതിരിക്കാം. കുറഞ്ഞ വശം രണ്ടായി തരംതിരിക്കാം. നമ്മളെ പ്രേക്ഷകരെ എന്ന് പറയുമ്പം എന്നെ പോലെ തന്നെ നിങ്ങളെയും രണ്ടായി തരംതിരിക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അടുക്കളയിൽ നിന്ന് ഇതാകണം അരങ്ങത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ നമ്മളെ വേറെ വെറൈറ്റി ആയിട്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ കമൻറ്റ് വരുന്നതാണ് കേട്ടോ. കുറേ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിച്ചുകൂടെയെന്ന്. കുറേ ആൾക്കാർ ഒരുപക്ഷെ ആൾക്കാരാണെങ്കിൽ അടുക്കളയത്തെ മുട്ടിത്തിരിച്ച് നിൽക്കണം. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെ കാണുന്ന ഒരുപാട് ആൾക്കാർ അതുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടേണ്ടതെന്ന് ഇതുവരേക്കും ഒരു നിശ്ചയം വന്നിട്ടില്ല. അതിപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണട്ടെ. എങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾ ഉദ്ദേശിക്കണം ഞാൻ എന്താണെന്ന് എന്നിലൂടെയൊക്കെ ഒന്ന് പുറത്തെടുക്കണം. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, ഞാൻ എങ്ങനെയാകണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ ഇതാകണം രാവിലത്തെ പരിപാടികളിലേക്കാണ് കിടക്കുകയാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ രാവിലെ മുതൽ ഞാനൊരു ഉച്ചര വരെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെയും പൊട്ടും പൊടിയൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലിതാ നടക്കണ ഏതൊരു സംഭവം നിങ്ങളെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് കാണിച്ചു തരുമ്പോഴേക്കും എന്തോ ഒരു നല്ലൊരു സന്തോഷം കിട്ടലുണ്ട് കേട്ടോ. ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം വീഡിയോ ഇടുമ്പോഴേക്ക് കിട്ടലുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ടാണ് പോകുന്നതാണ്. ഇന്ന് ഏതായാലും ദോശയാണ് നമുക്ക് ചായക്ക് കടിയുള്ളത്. അപ്പോൾ ഗ്യാസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്യാസിനാണെങ്കിൽ നല്ല വിലയും റേറ്റൊക്കെ ആണ്. എന്നാലും ഇപ്പോൾ നമുക്ക് ഇല്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, പണ്ടെപ്പോഴോ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മളങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോയി. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇതൊക്കെ നമ്മൾ ചേലായതാണല്ലോ. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലാതൊന്നും നടക്കൂല. നമ്മൾ ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഏതായാലും വാങ്ങി വെക്കണം. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ദോശ ഇത് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടും തന്നെ ഒരടുപ്പിൽ ഇങ്ങനെ വിറകിട്ട് ഇങ്ങനെ കത്തിക്കണം. ഇക്കൊല്ലം എന്തോ ഞാനാണെങ്കിൽ വിറകും വെട്ടി വെച്ചിട്ടില്ല. അല്ലെങ്കിൽ മൂപ്പര് എപ്പോഴേയും അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചു കൊണ്ടുവന്ന് വിറകുണ്ടാക്കി തരുന്നതാണ്. പുഴയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് വിറക് തരുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെയും കിട്ടിയിട്ടില്ല. അപ്പോൾ വിറകും കമ്മിയാണ്, ഗ്യാസും ഇല്ല. ആകെപ്പാടൊരു അബദ്ധത്തിലയക്കണ്. അതിൻ്റെ ഇടയിൽ ഉണ്ണിമോളും ഫ്രണ്ട്സും കൂടിയും +2ൻ്റെ ഒരു മൊമെൻ്റോ കൊടുക്കുന്നുണ്ട് വണ്ടൂർ ബ്ലോക്കിൽ എവിടെയോ വെച്ചാണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. ഞാൻ കുഞ്ഞാറ്റയുണ്ട്, നമ്മളെ മൂപ്പരും ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെ എവിടെയൊക്കെ ഉണ്ടേന്നു ഓനെ എല്ലാവരും ചോദിക്കട്ടെ. ലൈവിൽ എപ്പോഴും ഓനെ ചോദിക്കും, ആരൊക്കെയോ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഓൻ അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ. നമ്മളതിനൊന്നും ഓനെ വലിയ ചെക്കന്മാരാകുമ്പോൾ കിട്ടൂലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചായ കുടിച്ചത്, ഞാനൊന്നും മാത്രമല്ല എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ചു. ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇത്തിരി ഉണ്ട് കേട്ടോ അവിടെ, അതൊന്നും തിളപ്പിച്ച് ഊറ്റാന്നില്ല ഇതിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ ചിലപ്പം വെയിലിനെ കാണൂല, ചിലപ്പം മഴനെയും കാണൂല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു രാവിലെ ഇതാക്കണം നല്ല ചൂടാണ്, നല്ല വെയിലുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാകുമല്ലോ എടുക്കാനായിട്ട്. നമ്മളിതാകണം വെറുതെ നിൽക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു പണി തലപൊന്തിച്ച് നമ്മളെ നോക്കി നിൽക്കുക. അപ്പം ഞാൻ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റ അടിച്ചു വാരി തന്ന് ഞാനും തുടച്ചിട്ടു. പിന്നെ കുളിൻ്റെ വ്യാപാരം രാവിലെ പുഴയിൽ പോയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴയത്തെ വെള്ളമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കുറവുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കുളിക്കാനായിട്ട്. പക്ഷെ നല്ല തണുപ്പാട്ടോ പുഴയ്ക്ക് പോകലില്ലേന്ന് ചോദിക്കുന്നവരോടാണ് ഇത് പറയുന്നത്. അപ്പോൾ പുഴയ്ക്ക് പോകലുണ്ട്, രാവിലെ പുഴയ്ക്ക് പോവും. ഒരു 7-7:30 ആകുമ്പോഴത്തേന് പുഴയ്ക്ക് പോകലുണ്ട്. അപ്പോൾ നല്ല സുഖമാണ് പുഴയിൽ കുളിച്ചാലുണ്ടല്ലോ, ഒരു കുളിച്ച പോലെയാണ് തോന്നും. അപ്പം ഞാനിതാണ് ചോറിന് അരി ഇട്ടിട്ടോ. അരിയല്ല ഇടുന്നത്, രാത്രിക്കത്തെ ചോറ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി നമ്മൾ മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ എരിവും പുളിയും കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മന്തി വാങ്ങി കൊടുത്തു കേട്ടോ. ഡോക്ടറോട് കാട്ടിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ തിന്നണേന്നൊക്കെ പറഞ്ഞപ്പം ഇന്നലെ മന്തി വാങ്ങി കൊടുത്തു. അപ്പം ആദ്യമായിട്ട് ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ സൂക്കടും മരുന്നൂടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് മൂപ്പര് തൊള്ളക്ക് കുറച്ച് അടക്കം ഉണ്ടാവുകയുള്ളൂ. എന്താ വെച്ചാൽ അത് അങ്ങനെ തിന്ന് ശീലമില്ലല്ലേ. ഇറച്ചി മീനൊന്നും ഒഴിവാക്കാതെ തിന്നുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം നിർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു സഞ്ചാരം കേട് കണ്ടപ്പം ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലുതായിട്ട് തിന്നണ്ട, ചെറുമട്ടത്തിലൊക്കെ തിന്നാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നലെ രാത്രി മന്തി വാങ്ങിയപ്പോൾ വെച്ച ചോറ് ബാക്കിയായി. അതുകൊണ്ട് പിറ്റേന്ന് നമുക്ക് തിളപ്പിച്ച് ഊറ്റാനായി.
അങ്ങനെ തിളപ്പിച്ച് വിടുന്ന പരിപാടിയിലാണത്. അപ്പോൾ രാവിലെ നല്ല വെയിലായിരുന്നു, നല്ല തല വിണ്ട് കീറുന്ന വെയിൽ അറിയില്ല, അമ്മാതിരി വെയിലായിരുന്നു. കുറച്ചും കൂടിയാണ് കഴിഞ്ഞപ്പോൾ മഴയായി കേട്ടോ, ചീച്ചിൽ മഴയായിപ്പോയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഉള്ളത്, അങ്ങനെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഏതാനും ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മുരിങ്ങക്ക് പോട്ടേച്ച് ഞാനും തുണക്കാരത്തെയും കൂടി തൊടു കൂടാണ്ട് പോകുന്നതാണ് കേട്ടോ മുരിങ്ങക്ക്. ഇവിടെ ഒരു മുരിങ്ങമരം ഉണ്ട്, അതിനെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ആ വേനലൊക്കെ ആയപ്പോത്തിന്. ഇവിടെ നല്ല നിറയെ മുരിങ്ങ ഉണ്ട് കേട്ടോ, ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാളും അവിടുന്ന് ഓടേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അവിടുന്ന് പേടിച്ച് വണ്ടി പോകുന്നതാണ് കേട്ടോ. എന്താ സംഭവം ചോദിച്ചാൽ 2 ഇല്ലി പറിച്ചപ്പോത്തിനും ഒരാളവിടെ കണ്ടു കേട്ടോ. നമ്മളെ തുണക്കാരത്തേക്ക് ഇതിനെ കാണുമ്പോഴത്തേനും കുളിര വണ്ടി കയറലും ഒക്കെയാണ്. വലിയ പുഴുണ്ടല്ലോ, വലിയ തൊപ്പറയൊക്കെ പുഴും, അപ്പോൾ അതാണില്ലത് അവൾക്ക്. പിന്നെ മുരിങ്ങയും വേണ്ട, അവനോളൊരു ഓട്ടം തന്നെയായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും. എനിക്ക് പുഴുവിനെ കണ്ട അത്ര അറപ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കുളിര് കയറും കേട്ടോ, വല്ലാതെ കുളിര് കയറും. ഈ ഒരു സൂക്കേട് എത്ര ആൾക്കാർക്ക് ഉണ്ട് എന്നറിയില്ല, എനിക്ക് ഭയങ്കര കുളിര് കയറും കേട്ടോ. ഓക്ക് പിന്നെ അറപ്പും പേടിയും എന്തൊക്കെയാണ്. പിന്നെ 2 ഇല്ലി മുരിങ്ങ ഓളും പറിച്ചു, ഞാനും പറിച്ചു, വേഗം ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ അവിടുന്ന് എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ പറിച്ചെടുക്കാം. മൂപ്പർക്ക് ഏതായാലും ഒരു നേരമെങ്കിലും ഇലക്കറി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞതല്ല, ഞങ്ങളായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. പൊതുവെ ഇലക്കറിയൊന്നും പച്ചക്കറിയൊന്നും കൂട്ടാത്തൊരു ശരീരമാണ് അതിനില്ലേ. അപ്പോൾ ഈ ഒരു സൂക്കടാകണ ആ ഒരു കൂട്ടത്തിനെങ്കിലും നമ്മൾ അടിച്ചേൽപ്പിക്കണമല്ലോ. അങ്ങനെ പച്ചിലകൾ കൊടുക്കലുണ്ട്, ഒരു നേരമെങ്കിലും പച്ചിലകൾ കൊടുക്കലുണ്ട് മൂപ്പരാൾക്ക്. ദീപിന് ഈ സൂക്കടും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മീൻ ഇറച്ചി ഇത് തന്നെ ഉണ്ടാവുക. കാട്ടിയത് കാട്ടാതെ വെക്കണവർക്ക് ആ വെള്ളപ്പൊടി കുറച്ച് വീശിട്ടാണ്. അല്ല ഇങ്ങനെ മുഖം വെളുക്കൂലല്ലോ, നാച്ചുറൽ ബ്യൂട്ടിയാണ്. പണ്ടത്തെ ഫോട്ടോ കാട്ടി വൈകോ അതെങ്ങനെ നിൽക്കണ വേറെന്താ ഇതൊക്കെ കെട്ടിയാണ്ട് ആൽബത്തിലല്ല, ഫോണില് അച്ഛൻ്റെ ഒരു ബ്ലൂ ഷർട്ടിട്ട് ഒരു വെള്ളം മുന്നിട്ട് ഇങ്ങനെ നിൽക്കണ. ഇപ്പോൾ 2 ആഴ്ച കൂടിയിട്ട് മൂപ്പരിപ്പോൾ ഒന്ന് അങ്ങാടി പോയി വന്നതാട്ടോ. അതും ബൈക്കുമ്മൽ അങ്ങാടി പോയി വന്നതാണ്. പോണ്ടാന്ന് പറഞ്ഞതേന്നു, മുടിയൊന്നും വെട്ടിയിട്ട് വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കളിയാക്കലാണ് ആ കേട്ടുകൊണ്ട് നിന്നത് നേരത്തെ. അപ്പോൾ കുഞ്ഞാറ്റ ഫേഷ്യൽ ചെയ്തു, വെളുത്തിക്കണം. കാരണം വെളുത്തിക്കണം കേട്ടോ, കാരണം അവിടെ വീട്ടിലങ്ങനെ ഇരിക്കല്ലേ, ഈ പുറത്തിറങ്ങി വെയിൽ കൊണ്ട് കൊരവള്ളി ആയതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം നമ്മളെ മൂപ്പര് വീട്ടിലിരുന്ന് അപ്പം കുറച്ച് വെളുത്ത്, തടിയൊന്നും കൂടിയിട്ടില്ലെങ്കിലും കുറച്ച് വെളുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖമൊക്കെ നല്ല വെളുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം കുഞ്ഞാറ്റും ഞാനും കൂടി അവിടെ റാഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ വെളുക്കുമല്ലോ. ഇതുവരെ വെയിലത്ത് കടന്ന് അങ്ങനെ പണിയെടുത്ത് ഒരു കരിക്കട്ട കളറായതായിരുന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ച വീട്ടിലിരുന്നപ്പം കളറ് വ്യത്യാസം വന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പോട്ടെ. ഇന്നത്തെ നമ്മൾ കറി അറിയണം ഈ മുരിങ്ങിൻ്റെ ഇല താളിപ്പാട്ടോ. പിന്നെ ഞങ്ങൾ പോരുന്ന വയ്ക്കുന്ന കുറച്ച് മുരിങ്ങയും പൊട്ടിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു മുരിങ്ങ മരത്തിൽ വന്ന് മുരിങ്ങയും പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നേരം ഞങ്ങളുടെ മുരിങ്ങ ഊരിക്കഴിഞ്ഞു. ഇനി മുരിങ്ങ താളിപ്പ് എങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചാൽ, ചട്ടി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നല്ല കുറുന്നനല്ല, ഒരു മീഡിയം കുറുന്നനല്ല കഞ്ഞിവെള്ളം, ഇതൊക്കെ ഒന്ന് മൂക്കുമ്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കറിയാണ് ഈ താളിപ്പ് കറിയുന്നത് കേട്ടോ. അതിപ്പോൾ തക്കാളി കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോയിൽ. തക്കാളി കൊണ്ട് ഉണ്ടാക്കാം, ഈ ഇലവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം. അതാണ് ഏറ്റവും രസം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അതിക്കിപ്പം മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉണക്കൽ പൊരിച്ചതായാലും മതി, നമുക്ക് ചോറുന്നാൽ ഉഷാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ മീൻ വിഭവങ്ങളോ മാംസാദികളോ ഒന്നും ഞാൻ ഇന്ന് വെക്കണില്ല കേട്ടോ.
ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചമ്മന്തി ഇറക്കാമെന്ന്. അപ്പോൾ താളിപ്പിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞ്. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കിൽ തന്നെ ആയിക്കോട്ടെ, വലിയ ലൂസില്ലാതെ ഇത്തിരി തിക്കിൽ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അത് തിളക്കണ വരെ ഒന്ന് കാത്തിക്കുക കേട്ടോ. അത് തിളച്ച് വരുമ്പം ഇങ്ങനെ തന്നെ പണ്ടൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം വരെ താളിക്കും കേട്ടോ. ഇതാണ് കഞ്ഞിവെള്ളം താളിപ്പ്. ഇതിക്ക് വേറെ ഒന്നും ചേർക്കൊന്നുമില്ല. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അല്ലെങ്കിൽ കാന്താരി മുളക് ഇട്ടാണ് ഒന്ന് മൂപ്പിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് വാങ്ങി വെക്കുക. അതാണ് കഞ്ഞിവെള്ള താളിപ്പ്. ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാതും തിന്നും കണ്ടും പഠിച്ച് ശീലമുണ്ട്. അതുകൊണ്ട് അപ്പം ഇന്ന് ഞാൻ മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ തിളച്ച് കുത്തി മറിഞ്ഞ് വരുമ്പം നന്നാക്കി വെച്ച മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പൊടി വർഗ്ഗങ്ങളൊന്നും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടി വർഗ്ഗങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. ഒന്നും ഇടണ്ട, ഒരു ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, നാച്ചുറലായിട്ടാണ് തോന്നും കേട്ടോ. എന്നിട്ട് മുരിങ്ങൻ്റെ ഇല ഇതിൽ വാരിയിട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. നല്ലതാണെന്ന് തിളപ്പിച്ച് അന്ന് വേവിച്ചെടുത്ത്. കുറേ വേവിക്കണ്ട, കുറേ വേവിച്ചാൽ കഴിക്കും കേട്ടോ. ഒരു തള വന്നാൽ തന്നെ ഇത് വേവും. ഇലയാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കുറേ പോഷകങ്ങളും ഉണ്ടല്ലോ ഇതിൽ, വൈറ്റമിൻ സിയോ തൊട്ട് Z വരെ ഉണ്ടല്ലോ. അപ്പം ഇലക്കറികൾ കൂടുതലായിട്ട് തിന്നാൻ നോക്കാം. അപ്പോൾ എല്ലാത്തിലും നല്ലത്, രക്തം ഉണ്ടാകാനാണെങ്കിലും പിന്നെ എന്തിനൊക്കെയോ നല്ലതാണ് ഇലക്കറികൾ. ഏറ്റവും നല്ലത് ഇലക്കറികളാണല്ലോ. പിന്നെ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ നല്ലതാണ്. ഇറച്ചി മീനും അതും നല്ലതാണ്, പക്ഷെ ഇതിൻ്റെ അത്ര പോരാ. ഏതായാലും എൻ്റെ മുരിങ്ങ താളിപ്പ് ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കട്ടെ. അതൊന്നും അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. എല്ലാവരും ഇത് തുറന്നിട്ടാണ് വേവിക്കുക, പക്ഷേ എനിക്ക് അത് വലിയ ഇഷ്ടപ്പെടില്ല. എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ അത് അടച്ച് വെക്കണ്ടേ. എല്ലാം അടച്ച് വെക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും ആ ഇലയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നീരാവിയായി പോയി കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരുപാട് നേരം വേവിക്കണ്ട. 1-2 തള ഒന്ന് എല്ലാം വാടി വന്നു എന്ന് കണ്ടാൽ അപ്പോൾ അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു നല്ല എരിവൻ നല്ലൊരു ചമ്മന്തി അരക്കാം കേട്ടോ. പുളി, ഇഞ്ചി, വെളുത്തുള്ളി 2 ഇല്ലി, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, പുളി ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. ഇതിക്ക് 2 പാടത്തെ ഞണ്ടുണ്ടല്ലോ, ഞണ്ടിങ്ങണ്ട് ചുട്ടാണ്ട് ഇതും കൂടിയും കൂട്ടിയിട്ടാണ് ചമ്മന്തി അരച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കാരണം. പക്ഷെ ഇപ്പോൾ അത് കിട്ടാനില്ല. പിന്നെ ഉണക്കമീൻ ചുട്ടാണ്ട് അതിലിട്ടാണ്ട് ചമ്മന്തി അരച്ചാൽ അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഉണക്കമീനും കിട്ടാനില്ലായിട്ടല്ല, നമ്മൾ പോയി വാങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് ഏതായാലും അന്ന് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഇലക്കാട് റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീൻ ചുട്ടാണ്ട് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല പോലെ ചോറ് തിന്നു. അതുകൊണ്ട് ഞാനിതൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. ഒരുപാട് ചോറ് തിന്നണം എൻ്റെ ശരീരത്തിന് അത്ര വലിയ നല്ലതല്ല. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇതാക്കണേ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. എരിക്ക് ഇത്തിരി കമ്മി ഉണ്ടാവും കേട്ടോ. പക്ഷേ കാന്താരിയൊക്കെ നല്ല എരിയാണ്, പക്ഷെ നല്ലതാണ് കേട്ടോ. ഈ മുളകും പൊടീൻ്റെ കാട്ടിൽ എത്രയോ നല്ലതാണ് കാന്താരി മുളകൊക്കെ. അപ്പോൾ കാന്താരി കുറച്ച് ഞാൻ ഉണക്കിയാണ്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, എന്തിനെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ചാണ്ട്. പൊതുവേ നമുക്ക് ഈ കളറിനോടാണല്ലോ കമ്പലെ. നമുക്ക് ഈ ഒരു ചുവപ്പൻ കളറില്ലെങ്കിൽ കറിയൊന്നും കൂട്ടാനായിട്ട് അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാനും. എന്നാലും കൂട്ടാതെക്കലില്ല. അങ്ങനെ ചോറും കൂട്ടാനായ സ്ഥിതിക്ക് ഞങ്ങൾ ചോറ് തിന്നണ്ട കേട്ടോ. കുഞ്ഞാറ്റൊക്കെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഉണ്ണിമോൾ വന്നിട്ടുമില്ല. കണ്ണൻ എലിയോ വണ്ടിയും കൊണ്ട് പോയതുമാണ്. അപ്പോൾ ഇല്ലൊരു ചോറ് തിന്നട്ടെ. ആരും ഞങ്ങൾ തിന്നോളിയും എന്ന് പറഞ്ഞ് ബാക്കിൽ നടക്കലില്ല. ആവശ്യമുണ്ടെങ്കിൽ തിന്നുക, ഇല്ലെങ്കിൽ വേണ്ട. എല്ലാവരും പറയും മൂപ്പര ഒച്ച കേൾക്കാല്ല, ചിരിക്കലില്ല, കളിക്കലില്ല എന്ന്. ഇതൊക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം, മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ. സ്കൂളില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽ ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ആഘോഷമുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക്, ഇന്നെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ദുഃഖമാട്ടോ. നമ്മളെ മെസ്സി കപ്പടിക്കാത്തതിന് വലിയ ദുഃഖമുണ്ട്. സാരല്ല, എപ്പോഴും എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നില്ല പ്രതീക്ഷയോടു കൂടിയാണ് ആ ഒരു യാത്രയപ്പ് നൽകിയിട്ടുള്ളത്. അപ്പം സങ്കടമുണ്ട് കേട്ടോ, നല്ലപോലെ സങ്കടമുണ്ട്. വിചാരിച്ചതേന്നു, പക്ഷേ അത് കിട്ടിയില്ല.
അപ്പം ഇനി ഓല് കൊണ്ടോട്ടെ, ഓൽക്കും വേണ്ട 2 കപ്പ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോത്തിന് ഇതാ ഉണ്ണിമോൾ വന്നിട്ടുണ്ട്. ഇതാണ് ഓക്ക് കിട്ടിയ ട്രോഫി. +2 കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഓക്ക് അടുത്ത ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ തട്ടി മുട്ടി അങ്ങനെയാണ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ.